മതപരമായിട്ടുള്ള കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലേക്ക് കൊടുത്ത് വിഷം ചെയ്യുന്ന കുറേ ആൾക്കാരുടെ ഒരു ഇതുണ്ട് പരിപാടി. അതൊന്നും ശരിയല്ല, ശരിയായ ഏർപ്പാടല്ല അത്. ഈ ക്ഷേത്രത്തിലെ ഭജൻസിൽ ഒരു പള്ളിപ്പാട്ട് പാടി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. അതാണ് മറ്റേ കുമ്പളങ്ങിനീഴ്ച പറഞ്ഞ പോലെ യേശു നമുക്ക് അറിയാത്ത ആളൊന്നുമല്ലല്ലോ. അത് തന്നെയാണ് അതിൻ്റെ മറുപടി, വേറെ ഒന്നുമില്ല. സംഗീതത്തിന് എന്ത് മതം? സംഗീതത്തിന് എന്ത് മതം, അത് തന്നെ, അത്രയല്ലേ ഉള്ളൂ. ചെറുപ്പക്കാരെങ്ങനെയാണ് കാണുന്നത്? അത്രയേ ഉള്ളൂ. അത് വേറെ ഇങ്ങനെ മറ്റേ എന്താണ് നമ്മുടെ പുള്ളിക്കാരൻ്റെ പേര് മറന്നല്ലോ, ഗോപാൽജിയോ, പുള്ളിക്കാരൻ പറഞ്ഞ പോലെ എന്തോ ഹിന്ദു MLA ഇത്, അതേപോലെ കുറേ വിഷയങ്ങൾ ഇങ്ങനെ. ബി ഗോപാലകൃഷ്ണൻ. ബി ഗോപാലകൃഷ്ണൻ, അത് തന്നെ. പുള്ളിക്കാരൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ എന്താണ് വിഷം കുത്തിവെക്കുന്നതാണ്. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പള്ളിയിൽ നമുക്ക് ഹിന്ദു പാട്ട് പാടാം, ഗാനമേളയിൽ എന്തും പാടാം, ഒരു പ്രശ്നവുമില്ല. അതാണ് വീണ്ടും ഒരു യുവാക്കളുടെ ഒരു പ്രതികരണമാണ് ഈ പറഞ്ഞതുപോലെ. നമുക്കറിയാത്ത യേശു നമുക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ. അത് ബൈറ്റ് പ്ലേ ചെയ്തപ്പോഴേ ഞങ്ങൾ ഇവിടെ നിന്ന് ചിരിച്ചു. അതുപോലെ തന്നെ അതെ, അങ്ങനെ ചിന്തിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ മാറും. യേശു നമുക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ മാതാവ് നമുക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ, കൃഷ്ണൻ നമുക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ. അതൊരു പാട്ട്, ആ പാട്ടിനെ ആ രീതിയിൽ ആസ്വദിക്കുക എന്നുള്ളത് തന്നെയുള്ളൂ. പക്ഷേ ഈ പറഞ്ഞതുപോലെ എവിടെ പാടി എന്നുള്ളതിലാണ് ഇവിടെ ഈ ഇത്രയും വലിയ വിവാദം ഉണ്ടായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിനുപോലും അവരതിനുള്ളൊരു എക്സ്പ്ലെയിൻ തന്നിട്ടാണ് അവരത് പാടുന്നത്. കാരണം ആ പരിപാടിക്ക് ഈ ഒരു പള്ളിക്കാരും കൂടി കുറച്ച് സ്ഥലം തന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടിയുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് പാടുന്നു എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് തന്നെയാണ് അവരത് പാടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ പഠിപ്പിച്ചത് അദ്ദേഹം പള്ളിയുടെ സ്കൂളിലാണ് പഠിച്ചതെന്നും അവിടുത്തെ ടീച്ചർമാരെയൊക്കെ അദ്ദേഹം എടുത്ത് അനുസ്മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലരും ഇതുപോലെ നിങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുകൾ നടത്തുന്ന സ്കൂളിലാണോ പഠിച്ചത്? ഞാനങ്ങനെ പഠിച്ച ആളല്ല. പലരും അങ്ങനെ ആയിരിക്കില്ല. ഇപ്പോൾ നിതയുടെ മകനെ നിത അങ്ങനെയല്ല പഠിച്ചത്. എനിക്ക് വ്യക്തിപരമായ നിതയെ അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. പിന്നെ നിതയുടെ മകൻ അങ്ങനെ ഒരു ഇതിലല്ല പഠിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല പഠിച്ചിട്ടുള്ളത്. ഞാനൊരു ആശ്രമം, ഒരു ഹിന്ദു ആശ്രമവും ക്ഷേത്രവും ഒക്കെ ഉള്ള ഒരു സ്കൂളിൻ്റെ ഇതിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ പലരും പഠിച്ചത്. അപ്പോൾ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടും വീക്ഷണവും ഒക്കെ ആളുകൾക്ക് ഉണ്ട്.